അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു ഉലുവ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. ഉലുവയും ചെറുപയറും നുറുക്ക് ഗോതമ്പൊക്കെ ചേർത്തിട്ട് നല്ല മധുരമുള്ളൊരു കഞ്ഞിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒരു പായസം എന്നും പറയാം. ഉലുവ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരാൻ ഒരു കയ്പ്പ് ടേസ്റ്റാണ്. പക്ഷെ അത് കയ്പ്പൊന്നും ഇല്ലാത്ത നല്ല കഞ്ഞിയാണ്. കുട്ടികൾ വരെ പായസം പോലെ കുടിച്ചോളും. അപ്പോൾ നമുക്കിനി നേരെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉലുവയും ചെറുപയറും പിന്നെ നുറുക്ക് ഗോതമ്പ് ഇതൊക്കെ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഉലുവയും പിന്നെ ഒരു 1/4 കപ്പ് ചെറുപയറും ഒരു 1/4 കപ്പ് നുറുക്ക് ഗോതമ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് അങ്ങോട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കണേ. ഇനി ഇതാ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കുതിർത്ത് വെക്കുകയാണ്. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് കുതിർത്ത് വെക്കുന്നത്. ഇനി നമുക്ക് രാവിലെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള ചെറുപയറും ഉലുവയും പിന്നെ നുറുക്ക് ഗോതമ്പൊക്കെ ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഉലുവൊക്കെ കുതിർത്തെടുത്താൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ വെള്ളത്തിലായിരിക്കും എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇത് കഴുകിയെടുത്തിട്ട് വേറെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് പിന്നെ അതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ഇനി നിങ്ങളിത് തലേന്ന് തന്നെ കുതിർത്ത് വെക്കാൻ മറന്നതൊക്കെ ആണെങ്കിൽ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഒരു 2-3 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ മിനിമെങ്കിലും ഒന്ന് കുതിർത്ത് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. പക്ഷേ കുക്കിംഗ് ടൈം ഒന്ന് കുറച്ച് കൂടുന്നുള്ളൂ. ഇനി ഇത് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് 300 ഗ്രാം ഉണ്ട്. പക്ഷേ നമുക്കിത് മുഴുവനും വേണ്ട കേട്ടോ. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അങ്ങോട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ കുക്കർ 3 വിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയി തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ചെറുപയറും ഉലുവയും നുറുക്ക് ഗോതമ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ചിരകിയെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ അതൊന്ന് അരിച്ചെടുത്തിട്ട് നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തിട്ട് പാലെടുത്ത് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ പൊടി 2 കപ്പ് വെള്ളത്തിൽ കലക്കിയെടുത്തിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ കട്ടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടാൻ കുറക്കൊക്കെ ചെയ്യാം. എനിക്ക് കുറച്ച് ലൂസായിട്ട് കുടിക്കുന്നതാണ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ കുറച്ചൊന്ന് കുറുങ്ങനാണുള്ളത്. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുത്തേനും. അപ്പോൾ കട്ടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന ഉലുവയും ചെറുപയറും നുറുക്ക് ഗോതമ്പിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്തട്ടോ. ഓരോന്ന് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ഞാനിപ്പോൾ എല്ലാം ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായാൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഉണ്ടാക്കി അപ്പം തന്നെ വിളമ്പണ്ട. ഒരു അരമണിക്കൂർ ഒന്ന് മൂടി വെച്ചതിന് ശേഷം വിളമ്പുന്നതാണ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ അത് പിറ്റേന്നത്തേക്ക് വെക്കരുത് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് എടുക്കുമ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഉലുവക്കഞ്ഞി ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ആഫ്റ്റർ ഡെലിവറി കെയറൊക്കെ ആയിട്ടും കൊടുക്കാം കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് വരെ നല്ല ഇഷ്ടമാണ്. കയ്പ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മടിക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.